Hi from Munnar. So, hi everyone. ഇതെൻ്റെ സെക്കൻഡ് മൂന്നാർ വ്ളോഗാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ ഹസ്ബൻഡും കൂടി എൻ്റെ കൂടെ ഉണ്ട്. സോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വ്യൂസാണ്. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ സൂര്യനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ എസ്റ്റേറ്റ് ഓഫ് പ്ലാനറ്റ് റിസോർട്ട്. സോ നമുക്കിതിൻ്റെ ബ്യൂട്ടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓ മൈ ഗോഡ്, ഇറ്റ് ജസ്റ്റ് മാജിക്കൽ. ഞങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസും കുറേ പോസ്റ്റും എല്ലാം ഞങ്ങൾ നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 2 മണിയായപ്പോഴത്തേനും ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ട പോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടുത്തെ ഗാർഡനിങ്ങും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് റിസോർട്ടിലെ ലിവിങ് റൂം. ഇത് കഴിഞ്ഞ് നമുക്ക് ഡൈനിങ് ഏരിയ കാണാം. ഡൈനിങ് ഏരിയയിൽ ഒരു ചെറിയ ടേബിളും ചെയർസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാം ലൈറ്റ് ആണ് കേട്ടോ എല്ലാ റൂമിലും നമുക്ക് ഫീൽ ചെയ്യുന്നത്. കർട്ടൻസിൻ്റെ ആണോ എന്നറിയില്ല. ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. പുറത്തായാലും നല്ലൊരു ഗ്രീനിഷ് ആയിട്ടുള്ള ആംബിയൻസ് ഒക്കെ ആയിരുന്നു. അടുത്തായിട്ട് നമ്മുടെ പേഴ്സണൽ ഹെവൻ. എല്ലാ കപ്പിൾസിൻ്റെയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂമാണ് നമ്മളുടെ ബെഡ്റൂം. അപ്പോൾ അതിൻ്റെ ആംബിയൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല വുഡ് വെച്ചിട്ടും ഒക്കെ ചെയ്തിട്ടുള്ള കോട്ടും അതുപോലെ സീലിങ്സൊക്കെ ആയിരുന്നു. പിന്നെ നല്ലൊരു ലീഫിൻ്റെ ഒക്കെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വാഷ്റൂമാണ്. വാഷ്റൂമും ഇതുപോലെ തന്നെ നല്ല ക്ലീനിനെസ്സും അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസൊക്കെ ആയിരുന്നു. പ്രിൻ്റഡ് ആയിട്ടുള്ള ടൈൽസൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പാർട്ട്, നമ്മുടെ വ്ളോഗിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു അത്. നമ്മളുടെ പൂൾ സൈഡാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ പൂൾ സൈഡൊന്നും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ ഭയങ്കര ജോളിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥ എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ നടക്കാമായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ആ ബാൽക്കണിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഞങ്ങളൊരു വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടി പൂൾ സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഇങ്ങനെ പൂളിലോട്ട് ഇറങ്ങി. നല്ല തണവായിരുന്നു വെള്ളത്തിനൊക്കെ. അപ്പം ആ ഒരു തണവിൽ നിന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോട്ടായിട്ടുള്ളൊരു ബ്രൂ കോഫിയൊക്കെ കുടിച്ചപ്പോൾ എന്താ പറയുക, ഒരു ബാലൻസിങ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ റിയലി എൻജോയ് ചെയ്തു. പിന്നെ ഈവനിങ് ഒക്കെ ആയി ഒരു 4 o'clock 6 o'clock ഒക്കെ ആയപ്പോഴത്തേനും നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഉണ്ടായിരുന്നു. സൺസെറ്റിൽ ഇങ്ങനെ ഫോഗൊക്കെ വന്നിട്ട് ഒരു ലോസ്റ്റ് ഇൻ ഡേയ്സ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പം നൈറ്റൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേനും ഞങ്ങൾ ജസ്റ്റ് ഒരു വാക്കിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു. അപ്പം കുറേ റിസോർട്ട്സ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങളൊന്ന് എൻജോയ് ചെയ്ത് അവിടെ നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ നമ്മൾ പോയി ഇരുന്ന് സൺസെറ്റൊക്കെ നന്നായി എൻജോയ് ചെയ്തു. ദെൻ നമ്മൾ റിസോർട്ടിലോട്ട് പോവുകയാണ്. നമുക്ക് ഡിന്നറിനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നൈറ്റിൽ ആ ഒരു വ്യൂ ഞങ്ങൾ കാണിച്ചു തരാം. നല്ലൊരു ഫോഗി ആയിരുന്നു. എന്താ പറയുക, ഒരു മിസ്റ്റി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മുടെ ക്യാമ്പിൽ തന്നെ ഇങ്ങനെ എന്താ പറയുക, സ്നോ വീഴുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. ദെൻ ഞങ്ങളുടെ ഡൈനിങ് ടൈമായിരുന്നു. ഞങ്ങൾ ലൈറ്റായിട്ടുള്ള ഡിന്നറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുൽക്കിയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ബട്ടർ മസാലയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ചില്ലി ഗോബി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ സ്ഥിരം നൈറ്റ് റൂട്ടീൻസാണ്. ഞാൻ നിയാസിനമൈഡാണ് യൂസ് ചെയ്യുന്നത്. സ്കിന്നിലെ പോഴ്സിനും ആക്നെയ്ക്കും ഒക്കെ നല്ലതാണ്. അപ്പം ഞാൻ നിയാസിനമൈഡിൻ്റെ ക്രീമും അതുപോലെ നറിഷിങ് ക്രീമും പിന്നെ സെറാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്കിൻ എപ്പോഴും നറിഷ് ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക. ദെൻ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ്
ടുഗെദർ ആയിട്ടുള്ള മൂന്നാർ മോർണിംഗ് ആണ്. സോ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അങ്ങനെ റെഡിഷ് ആയിട്ടുള്ള സൺറൈസ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ ടൈം ലാപ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയ കാരണം കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ അമേസിങ്. സോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു, നല്ല അടിപൊളിയായിരുന്നു. അപ്പം ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളൊരു ചെറിയ ഡ്രൈവിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെ, റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ സ്പോട്ടാണ്. ഞങ്ങൾക്ക് പേരും ലൊക്കേഷനും ഒന്നും കറക്റ്റ് അറിയില്ല. സൂര്യനെല്ലി തന്നെയാണ്. എന്താ പറയുക, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. നല്ല ഫ്ലവേഴ്സൊക്കെ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക വൈഡായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ്. ശരിക്കും ഒരു കളർഫുൾ പെയിൻറ്റിങ്സ് ചെയ്തൊരു ഫീലിംഗ് ആണ്. മൗണ്ടെയ്ൻസും അതുപോലെ ട്രീസും എല്ലാം ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സോ ഒരു 12 ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ലഗേജും ബാഗും എല്ലാം പാർക്കിംഗ് ഏരിയയിലോട്ട് കൊണ്ടുപോവാണ്. അപ്പം പാർക്കിംഗ് ഏരിയ മുകളിലായിരുന്നു കേട്ടോ. സോ ചേട്ടൻ്റെ കൂടെ ഉള്ളത് ജോബ് എന്ന് പറഞ്ഞ ചേട്ടനാണ്, ജോബ് പൗലോസ്. ആളുടെ സർവീസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേയുടെ കാര്യത്തിനും ഫുഡ് അറേഞ്ച് ചെയ്യാനും എല്ലാത്തിനും. എനിവേ ഈ ഒരു പ്ലാനറ്റ് റിസോർട്ട് നല്ലൊരു ഓപ്ഷനായിരുന്നു. ബൈ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഗ്യാപ്പ് റോഡ് വഴിയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോയപ്പോൾ നമ്മൾ സൂര്യനെല്ലിയിലേക്ക് കട്ട് ചെയ്ത് ആനച്ചാല് വഴിയായിരുന്നു. അപ്പം തിരിച്ചു പോരുമ്പോൾ ആനച്ചാല് വഴിയല്ല, നമ്മൾ ഗ്യാപ്പ് റോഡ് വഴിയാണ് പോകുന്നത്. അപ്പം അവിടെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ഇതേപോലെ മെജസ്റ്റിക് ആയിട്ടുള്ള ഹിൽസും അതുപോലെ ഗ്രീനി ടീ പ്ലാന്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സോ അതുവഴി ഞങ്ങൾ ഇതേപോലെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഇതേപോലെ ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ വണ്ടി നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ നല്ല നല്ല ക്യാപ്ചറിങ് മൊമെൻറ്റ്സൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ ഇതുപോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ട് നിന്ന്, അവിടെ എലിഫൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതുങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് അതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാൻ നോക്കുകയാണ്. സോ ഞങ്ങളുടെ ട്രിപ്പ് ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് പോരാണ്. സോ ഏട്ടാ, ട്രിപ്പൊക്കെ എങ്ങനെയുണ്ടായി? ട്രിപ്പ് സൂപ്പറായി. എൻജോയ് ചെയ്താ? പിന്നെ നല്ല റിസോർട്ടായിരുന്നു. നല്ല റിസോർട്ടും നല്ല സർവീസൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട്. അതെ, ഇനി അടുത്ത വട്ടം വേറൊരു സ്ഥലമൊക്കെ ചൂസ് ചെയ്ത് ഞങ്ങൾ ചെറിയ വ്ളോഗൊക്കെ ആയിട്ട് വരും. അടുത്ത ഓണത്തിനൊന്നല്ല, ഇതിന് മുന്നേ വരും. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോ കണ്ട എല്ലാവരും